നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം അല്ലേ. നമ്മുടെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ മൊത്തത്തിൽ ചാപ്റ്റർ വൈസ് കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെരുമാൾ തിരുമൊഴി എന്ന കൃതി രചിച്ചത് ആരാണ്? കുലശേഖര ആഴ്വാർ. പെരുമാൾ തിരുമൊഴി എന്ന കൃതി രചിച്ചത് കുലശേഖര ആഴ്വാർ. ഇനി ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെ ഡാഷ് എന്നാണ് പറയുന്നത്. എന്താണ്? ഭക്തി അല്ലേ. ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെ ഭക്തി എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഒരാൾ നമ്മുടെ ജീവിതം അല്ലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എന്നെ എടുക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതം സമ്പൂർണ്ണമായ, അതായത് സമ്പൂർണ്ണമായ ജീവിതം ഞാൻ സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികൾ അറിയപ്പെട്ടിരുന്നവർ ആരെല്ലാം? ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആരൊക്കെയാണ്? ആഴ്വാർമാരും അതുപോലെ നായനാർമാരും അല്ലേ. വിഷ്ണു ഭക്തർ എന്നറിയപ്പെടുന്ന ആഴ്വാർമാരും അതുപോലെ ശിവഭക്തർ എന്നറിയപ്പെടുന്ന നായനാർമാരുമാണ് അല്ലേ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികൾ എന്ന് അറിയപ്പെട്ടിരുന്നവർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 1. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. അത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എന്തൊക്കെയാണ്? നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ നിലനിന്നിരുന്നു അല്ലേ. ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും അങ്ങനെ ഓരോ ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന കാലത്താണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഈ ഭക്തി പ്രസ്ഥാനത്തിൽ അവരുടെ ആശയങ്ങൾ അല്ലേ, ആ ഭക്തി പ്രസ്ഥാനത്തിലെ ഭക്തകവികളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സാധാരണക്കാരായ ജനങ്ങളാണ് അല്ലേ, അങ്ങനെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ദേശസഞ്ചാരമൊക്കെ നടത്തിയിരുന്നു അല്ലേ. നമ്മൾ പഠിച്ചു, അവർ ദേശസഞ്ചാരമൊക്കെ നടത്തിയിട്ടാണ് അല്ലേ ജനങ്ങളിലേക്ക് അവരുടെ ആശയങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അവരുടെ ആശയങ്ങൾ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ പ്രാദേശിക ഭാഷകളിലായിരിക്കണം അല്ലേ അവരുടെ കീർത്തനങ്ങളും ആലാപനങ്ങളും ഒക്കെ. അങ്ങനെ പ്രാദേശിക ഭാഷയിൽ കൊടുത്താൽ മാത്രമേ അത്രയും താഴ്ന്നവരിൽപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ഒക്കെ നടത്തിയിരുന്നത്. ഇനി അടുത്തത്, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും അല്ലേ. നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലേ, അതായത് ദൈവത്തോടുള്ള അകമഴിഞ്ഞ സ്നേഹവും അതുപോലെ ജീവിത സമർപ്പണവും അല്ലേ. ഇനി അടുത്തത് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. അതായത് ഇന്ന ജാതിക്കാർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇന്ന മതക്കാർക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശനം ഉള്ളൂ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തത്, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം അല്ലേ. അതും പറയുന്നുണ്ട്. എങ്ങനെയാണ്? എവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ആവശ്യമായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ പഠിച്ചു ബസവണ്ണയുടെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവ മണ്ഡപത്തിൽ സ്ത്രീകളും ഉണ്ടായിരുന്നില്ലേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അവിടെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യപ്പെട്ടിരുന്നു? തുല്യമായ പങ്കാളിത്തം നൽകിയിരുന്നു അല്ലേ. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദൈവങ്ങളാണ് അല്ലേ, അവരോടുള്ള അകമഴിഞ്ഞ ആരാധന അല്ലേ. ഇവയെല്ലാമാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ. എന്തൊക്കെയാണ്? പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും,
പിന്നെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, അതുപോലെ എന്താണ് ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? തമിഴ്നാട് അല്ലേ? ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് തമിഴ്നാടാണ്. ഇനി ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? എന്ത് പേരിലാണ്? 4000 ദിവ്യ പ്രബന്ധം അല്ലേ? ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് 4000 ദിവ്യ പ്രബന്ധം എന്നാണ്. അപ്പോൾ നായനാർമാരുടെയോ? നായനാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് തിരുമുറൈകൾ എന്ന പേരിലാണ്. തിരുമുറൈകൾ. ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് 4000 ദിവ്യ പ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് തിരുമുറൈകൾ എന്നുമാണ്. ഇനി ആഴ്വാർമാരിലെ പ്രധാന കവികൾ ആരെല്ലാമായിരുന്നു? ആരൊക്കെയായിരുന്നു? ഒന്ന് കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഇവരായിരുന്നു എന്ത്? ആഴ്വാർമാരിലെ പ്രധാന കവികൾ. ഇനി നായനാർമാരിലെയോ? അവരിലെ പ്രധാന കവികൾ ആരൊക്കെയായിരുന്നു? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, അതുപോലെ മാണിക്യവാസകർ. ഇവരായിരുന്നു എന്ത്? നായനാർമാരിലെ പ്രധാന കവികൾ എന്ന് പറയുന്നത്. ഇനി അനുഭവ മണ്ഡപം രൂപീകരിച്ചത് ആര്? ഏത് നൂറ്റാണ്ടിൽ? നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ആരാണ് അനുഭവ മണ്ഡപം രൂപീകരിച്ചത്? ബസവണ്ണ അല്ലേ? ഏത് നൂറ്റാണ്ടിലാണ്? 12-ാം നൂറ്റാണ്ടിൽ. 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണയാണ് എന്ത്? അനുഭവ മണ്ഡപം രൂപീകരിച്ചത്. ഇനി അനുഭവ മണ്ഡപത്തിലെ ചർച്ചാവേദിയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ ഡാഷ് എന്ന പേരിലാണ് ജനങ്ങളിലേക്ക് പകർന്ന് നൽകിയിരുന്നത്. എന്തു പേരിലാണ്? വചനങ്ങളല്ലേ? നമ്മൾ പഠിച്ചു ബസവണ്ണ രൂപീകരിച്ചതാണ് അനുഭവ മണ്ഡപം അല്ലേ? നമ്മുടെ ടെക്സ്റ്റിൽ കാണിക്കുന്നുണ്ട്. ആ ടെക്സ്റ്റിൽ ഒരു ഫോട്ടോ തന്നെ ഉണ്ടല്ലേ ബസവണ്ണയുടെ. അതായത് ഈ അനുഭവ മണ്ഡപത്തിൽ അദ്ദേഹവും അതുപോലെ കുറേ ആൾക്കാരും ജനങ്ങളെല്ലാം കൂടി നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മുടെ ടെക്സ്റ്റിലുണ്ടല്ലേ. അവരെന്തൊക്കെയാണ് പറയുന്നത്? സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങൾ എന്നൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ശൈശവ വിവാഹം നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലേ അത്. അങ്ങനെ പിന്നെ എന്താണ്? വിവേചനത്തിനെ കുറിച്ച് പറയുന്നില്ലേ? എന്താണ്? തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ എന്താണ്? ഒരുപാട് വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചർ തരുന്നുണ്ട് അല്ലേ. അങ്ങനെ അവിടെ നടക്കുന്ന ആ ചർച്ചയിൽ അതാണ് കേട്ടോ അവിടെ പറയുന്നത്. അത് അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ അവിടെ വരുന്ന ചർച്ചയിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ ജനങ്ങൾക്ക് പകർന്നു നൽകിയിരിക്കുന്നത് വചനങ്ങൾ എന്ന പേരിലാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി അടുത്ത പറയുന്നത് വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ബസവണ്ണ അല്ലേ? നമുക്ക് പഠിക്കാനുണ്ടല്ലേ വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബസവണ്ണയാണെന്നും അതുപോലെ അതിൻ്റെ കുറച്ച് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളും അല്ലേ. എന്തൊക്കെയായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത്? അവർ വിദ്യാഭ്യാസത്തിൻ്റെ, അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലല്ലേ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അനിവാര്യമാണ് അല്ലേ. പക്ഷെ അതുപോലെ ശൈശവ വിവാഹത്തെയും എതിർക്കുന്നുണ്ട്. പക്ഷേ പ്രായപൂർത്തി വിവാഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വീരശൈവ പ്രസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ. വിവാഹം എന്നുള്ളതും അനിവാര്യമാണ്. പക്ഷെ പ്രായപൂർത്തി ആയതിന് ശേഷം അല്ലേ. അങ്ങനെയാണ് അത് പറയുന്നത്. അതുപോലെ എന്തൊക്കെയാണ്? തൊഴിലിനെക്കുറിച്ചും അതുപോലെ സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലേ. തൊഴിലിനെക്കുറിച്ച് അല്ലേ. എന്തൊക്കെയാണ് പറയുന്നത് അദ്ദേഹം? തൊഴിലെന്ന് പറയുന്നത്
തൊഴിലിന് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. തൊഴിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ എന്താണ് മഹത്വം അല്ലേ, അധ്വാനിക്കുന്നത് കൊണ്ടുള്ള മഹത്വം. അതുപോലെ എന്താണ് സ്ത്രീ സമത്വം അല്ലേ, എല്ലായിടത്തും സ്ത്രീകൾക്കും ഒരേപോലെയുള്ള അവകാശം അല്ലേ, അവകാശങ്ങളെല്ലാം എന്താണ് തുല്യമാണ് അല്ലേ. ഒരാൾക്ക് അതായത് താഴ്ന്നവർക്ക് ഒരു നിയമം, ഉയർന്നവർക്ക് ഒരു നിയമം, അങ്ങനെയൊന്നുമില്ലാതെ മനുഷ്യർക്ക് ഒരൊറ്റ നിയമം അല്ലേ. അതങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ വീരശൈവ പ്രസ്ഥാനത്തിൽ ഉന്നയിക്കുന്നുണ്ട് അല്ലേ. അതുകൂടാതെ ഒന്നുകൂടി പറയുന്നത് എന്താണ്, ബ്രാഹ്മണ മേധാവിത്വം അല്ലേ. ബ്രാഹ്മണ മേധാവിത്വത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഈ വീരശൈവ പ്രസ്ഥാനത്തിലൂടെ പറയുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്നും കൂടി ഓർത്ത് നല്ലോണം നോക്കുക. ഇനി അടുത്തതാണ് മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കബീർ അല്ലേ. മാനവ മൈത്രിയുടെ പ്രചാരകനാണ് ആര്? കബീർ എന്ന് പറയുന്നത്. ഇനി കബീറിൻ്റെ കീർത്തനങ്ങൾ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? എന്തായിട്ടാണ്? ദോഹകൾ അല്ലേ. നമുക്ക് ഇതിലും നമുക്കറിയാം അല്ലേ, കബീറും എന്ത് തന്നെയാണ് ഈ സമൂഹത്തിലെ വിവേചനങ്ങൾക്കെതിരെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നല്ലേ. നമ്മുടെ അദ്ദേഹം എന്തൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹവും ചെയ്യുന്നുണ്ട്, സാധാരണ പ്രാദേശിക ഭാഷകളിൽ ദേശസഞ്ചാരം നടത്തി തന്നെയാണ് ജനങ്ങളിലേക്ക് ഇതിൻ്റെ ആശയങ്ങൾ ഉന്നയിക്കുന്നതിലെ ഏകദൈവ വിശ്വാസം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. അതുപോലെ ജാതി തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതൊന്നും നിലനിൽക്കേണ്ടതല്ല അല്ലേ, അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിലൂടെയാണ് അല്ലേ. അദ്ദേഹം ഓരോ കീർത്തനങ്ങളും പ്രാദേശിക ഭാഷകളിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ കീർത്തനങ്ങൾ രചിച്ച് അത് ആലപിച്ചാണ് ജനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എഴുതപ്പെട്ട കീർത്തനങ്ങളെയാണ് പറയുന്നത്? ദോഹകളെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ. ഇനി അടുത്ത് നോക്കാം. ഗുരു നാനാക്ക് ജനിച്ചത് എപ്പോഴാണ്? ഏത് നൂറ്റാണ്ടിലാണ്? 15-ാം നൂറ്റാണ്ടിൽ. ഗുരു നാനാക്ക് ജനിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 15-ാം നൂറ്റാണ്ടിൽ. എവിടെയാണ്? പഞ്ചാബിലെ ഷേഖ്പൂരിലെ തൽവണ്ടി ഗ്രാമത്തിൽ. അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ അല്ലേ. ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് അദ്ദേഹം ജനിച്ചത്. പഞ്ചാബിലെ ഷേഖ്പൂരിലെ തൽവണ്ടി ഗ്രാമത്തിൽ. ഇനി ഗുരു നാനാക്കിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് ഏത് മതത്തിൻ്റെ രൂപീകരണത്തിനാണ് വഴിതെളിച്ചത്? ഏത് മതത്തിനാണ്? സിഖ് മതം കേട്ടോ. ഓർത്ത് വയ്ക്കണം, സിഖ് മതം. ഗുരു നാനാക്കിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിനാണ് വഴിതെളിച്ചത്. ഇനി കൃഷ്ണഭജസുകൾ ആരുടേതാണ്? മീരാഭായ് അല്ലേ. നമ്മൾ പഠിച്ചു സ്ത്രീകളുടെ മുന്നേറ്റം അല്ലേ. സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ആര്? മീരാഭായ് അല്ലേ. മീരാഭായിയുടേതാണ് കൃഷ്ണഭജസുകൾ എന്ന് പറയുന്നത്. ഇനി ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവർ ആരായിരുന്നു? സൂഫികൾ. ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായിട്ട്, അതായത് നമ്മൾ ദൈവത്തോട് ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. നമ്മുടെ സ്വന്തം ജീവിതം സ്വയം സമർപ്പിക്കുക അല്ലേ. സ്വയം ദൈവത്തെ സമർപ്പിക്കുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭക്തി ഉള്ളവർക്ക് മാത്രം അല്ലേ, ഭക്തിയെ ഒരു ദൈവത്തോടടുക്കുവാനുള്ള ഒരു മാർഗം, ഭക്തിയെ ഒരു മാർഗമായി സ്വീകരിച്ചവരായിരുന്നു ആര്? സൂഫികൾ എന്ന് പറയുന്നത്. ഇനി മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഏത് ഭക്തി പ്രസ്ഥാനമാണ്? ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. 12 സൂഫി വിഭാഗങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? സിൽസിലകൾ. അതായത്
12 സൂഫി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അവർ മൊത്തത്തിൽ, അതായത് നമ്മൾ പറഞ്ഞ ആ സൂഫി വിഭാഗങ്ങളിൽ എന്താണ് 12 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ 12 വിഭാഗങ്ങളെ ഒരുമിച്ചൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് എന്ത് സിൽസിലകൾ എന്ന് പറയുന്നത്. ഇനി 12 സൂഫി വിഭാഗങ്ങളിൽ ഏത് വിഭാഗം സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിയത്? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 12 സൂഫി വിഭാഗങ്ങളുണ്ടെന്നല്ലേ. ആ 12 വിഭാഗങ്ങളിൽ 2 വിഭാഗമാണ് എന്ത് നമ്മുടെ ഇന്ത്യയിലെത്തിയത്. ആ വിഭാഗങ്ങളെ പറയുന്ന പേരാണ് എന്ത് സിൽസിലകൾ. അതിൽ ഏത് വിഭാഗം സിൽസിലകളാണ് ഇന്ത്യയിലെത്തിയതെന്ന് ചോദിക്കുന്നത്. ഏത് വിഭാഗമാണ്? ചിസ്തി അതുപോലെ സുഹ്റവർദി. ഈ 2 വിഭാഗങ്ങളാണ് എവിടെ എത്തിയത്? ഇന്ത്യയിൽ എത്തിയത്. ഇനി നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത്? സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് ഡാഷ്. ഏതാണ്? ഖ്വാലികൾ. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് ഖ്വാലികൾ. ഇത്രയാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് ചെയ്തത്. നമ്മൾ ആ ചാപ്റ്റർ ഏകദേശമൊക്കെ കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഇനി ബാക്കിയുള്ളത് ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. നല്ലോണം വായിച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഷോർട്ട് നോട്ടാക്കി, ഇത് ചെറിയൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെയാണ് എങ്കിലും അതൊരു കഥ പോലെയൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ബൈ. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ.